നമസ്കാരം. 42 കേരള ന്യൂസിലേക്ക് സ്വാഗതം. ബീഹാറിൽ ഹൈക്കോടതി ബെഞ്ച് വേണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ JDU ബഹളം. സംസ്ഥാനത്ത് ഹൈക്കോടതി ബെഞ്ചുകളുടെ ആവശ്യം അനിവാര്യമാണെന്ന് JDU MP ആയ ഗിർധാരി യാദവ് സഭയിലെ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഹൈക്കോടതി ബെഞ്ചുകൾ സ്ഥാപിക്കുന്നത് കേന്ദ്ര ലിസ്റ്റിന് കീഴിലാണെന്നും ഗിർധാരി യാദവ് ചൂണ്ടിക്കാട്ടി. 13 കോടി ജനസംഖ്യയുള്ള ബീഹാറിൽ ഒരു ഹൈക്കോടതി ബെഞ്ച് പോലും ഇതുവരെയില്ല. എന്നാൽ ജനസംഖ്യ വളരെ കുറവുള്ള സംസ്ഥാനങ്ങളിൽ ഒരു ഹൈക്കോടതിയും കൂടാതെ 2 ബെഞ്ചുകളുമാണുള്ളത്. ബീഹാറിൽ എവിടെയെങ്കിലും ഒരു ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കാൻ കേന്ദ്രത്തിന് ഉദ്ദേശമുണ്ടോ എന്ന് ഗിർധാരി യാദവ് കേന്ദ്രത്തോട് ചോദിച്ചു. തുടർന്ന് JDU MP ഉന്നയിച്ച ആവശ്യത്തിന് മറുപടിയായി കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ രംഗത്തെത്തി. 1981 ജിസ്വാൻ സിംഗ് കമ്മീഷന്റെയും സുപ്രീം കോടതിയുടെയും ശുപാർശകൾ അനുസരിച്ചാണ് ഹൈക്കോടതി ബെഞ്ചുകൾ രൂപീകരിച്ചതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഹൈക്കോടതി ബെഞ്ച് അനുവദിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ഗവർണറെയും സമീപിക്കണമെന്നും അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. എന്നാൽ കേന്ദ്രമന്ത്രിയുടെ മറുപടിയിൽ പ്രകോപിതനായ JDU MP കേന്ദ്ര ലിസ്റ്റിന് കീഴിലുള്ള ഒരു വിഷയത്തിൽ ചീഫ് ജസ്റ്റിസും ഗവർണറും എന്തിന് ഇടപെടണമെന്ന് ഗിർധാരി യാദവ് ചോദിച്ചു. കൂടാതെ ജനങ്ങളുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനു പിന്നാലെ ഗിർധാരി യാദവ് ഉന്നയിച്ച സമാന ആവശ്യം ബീഹാറിൽ നിന്നുള്ള പപ്പു യാദവും ഉയർത്തി. ബീഹാറിൽ 2.37 ലക്ഷം കേസുകളാണ് ഹൈക്കോടതിയിൽ ഇതിനോടകം കെട്ടിക്കിടക്കുന്നത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് 2 ബെഞ്ചുകൾ ആവശ്യമായി വരുന്നു. ഒന്ന് പൂർണിയയിലും മറ്റൊന്ന് മുസാഫർപുരിയിലുമാണ് വേണ്ടതെന്നാണ് പപ്പു യാദവ് വ്യക്തമാക്കിയത്. നീതി വൈകുന്നത് നീതി നിഷേധമാണെന്ന ഗാന്ധിയുടെ പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് പപ്പു യാദവ് രംഗത്തെത്തിയത്. അതേസമയം ദേശീയ സംസ്ഥാന തലങ്ങളിൽ സഖ്യകക്ഷിയായിരിക്കെ JDUവും BJPയും ബീഹാറിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും RJD വിമർശനമുയർത്തി. സംസ്ഥാനത്ത് ഹൈക്കോടതി ബെഞ്ച് വേണമെന്നത് തങ്ങളുടെ ആവശ്യമാണെന്നും കേന്ദ്രമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തയല്ലെന്നും RJD MP ആയ മിസ ഭാരതി പറഞ്ഞു. ഈ വിഷയം സംസ്ഥാന മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ മുൻപാകെ എത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ആവശ്യം നടപ്പിലാക്കാത്ത പക്ഷം JDU BJPക്ക് നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കണമെന്നും മിസ ആവശ്യപ്പെട്ടു. ഇരുവരും ചേർന്ന് ബീഹാറിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുതെന്നും വിഡ്ഢികളാക്കരുതെന്നും മിസ ഭാരതി വ്യക്തമാക്കി.